ഇപ്പോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ബിസിനസ്സിന് എനിക്കൊരു ആപ്ലിക്കേഷൻ വേണം. സോ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിക്കേണ്ടത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ഏജൻസിയുടെ അടുത്ത് ചെല്ലുന്നു. സോ ആ സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം മെയിനായിട്ട് ചിന്തിക്കേണ്ടത്? അതായത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ എൻ്റെ ബിസിനസ്സിനൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് വേണം എന്ന ചിന്താഗതിയിലല്ല. നമ്മൾ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പെയിനാണ് അല്ലെങ്കിൽ എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഏജൻസിനെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറെ കൺസൾട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് തരും എന്ന രീതിയിലല്ല, നമുക്ക് എന്താണ് എക്സാക്ട്ലി വേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് ലോഗിൻ പേജ് വരണം, ശേഷം പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യണം, പിന്നെ ചെക്കൗട്ട് പേജിലേക്ക് പോകണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അജയും കേട്ടിട്ടുണ്ടാവും, നമ്മളൊരു MVP മുതലായിരിക്കണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ടെക് സ്റ്റാക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഇത് ശരിക്കും നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കുള്ളൊരു ആവശ്യമാണെന്ത് AI കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് പൈത്തൺ ആയിരിക്കും AI കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. സോ അതിനായിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് ടെക് സ്റ്റാക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഏജൻസി അല്ലെങ്കിൽ ഒരു ഡെവലപ്പറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഇത് എപ്പോൾ തീരും, അല്ലെങ്കിൽ ഇത് എത്ര കോസ്റ്റ് ആവും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യണം. എന്നാലേ ഈ പ്രോജക്റ്റ് നമുക്ക് വളരെ വൃത്തിക്ക് ഫിനിഷ് ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി തീരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ കാര്യങ്ങൾ, എന്തൊക്കെ തേർഡ് പാർട്ടി സർവീസസ് ആണ് ഇതിൽ യൂസ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കണം. ശേഷം ഇതിനെന്തൊക്കെ തേർഡ് പാർട്ടി സർവീസസ് ആണ് യൂസ് ചെയ്തത്, ഇതിനൊക്കെ എന്ത് കോസ്റ്റ് വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ സെർവർ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം നമ്മളൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്. എന്നാലേ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ.